Hi students, today we are going to discuss about the persons of unsound mind. Okay, unsound mind persons are included in the part of capacity of parties. In the last class we have discussed about the minors. Okay, minor is a person who is incapable or incompetent to enter into a contract. We already discussed about that. So today we are going to discuss about the persons of unsound mind. Unsound mind ആയിട്ടുള്ള പേഴ്സൺസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൈൻഡ് രണ്ട് തരത്തിലുണ്ട്. സൗണ്ട് മൈൻഡും ഉണ്ട്, അൺസൗണ്ട് മൈൻഡും ഉണ്ട്. സൗണ്ട് മൈൻഡ് എന്ന് വെച്ചാൽ മെന്റലി മാനസികമായ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാളെന്ന് പറയാം ഹി ഈസ് എ സൗണ്ട് മൈൻഡഡ് പേഴ്സൺ. ഓക്കെ, അയാൾക്ക് മാനസികമായ ഒരു പ്രയാസങ്ങളുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. മാനസികമായി മെന്റൽ സ്റ്റാറ്റസ് വളരെ ക്ലിയർ ആണ്. ഓക്കെ, അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ ടെമ്പററി ആയിട്ടോ, ശ്രദ്ധിക്കുക, ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടോ പെർമനന്റ്ലി സ്ഥിരമായിട്ടോ മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളാണ് അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് എന്ന് പറയപ്പെടുന്ന അതാണ്. അതായത് അയാൾക്ക് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ എന്ത് ചെയ്യുന്നു, മാനസികമായ ചില പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അവരെ പറയുന്ന പേരാണ് അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസ്. ഒരു പക്ഷേ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങളുടെ ഡിപ്രഷനിലേക്ക് പോയതായിരിക്കാം. ഇങ്ങനെയെല്ലാം ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡിനെ കുറിച്ചാണ്. അൺസൗണ്ട് മൈൻഡിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, അബ്സല്യൂട്ട്ലി വോയിഡ് എന്നുള്ളതാണ്. A contract with the persons of unsound mind is absolutely void. Unsound minded ആയിട്ടുള്ള, മെന്റലി കേപ്പബിൾ അല്ലാത്ത, മെന്റലി സ്ഥിരതയില്ലാത്ത, മാനസികമായ സ്ഥിരത, ബുദ്ധി സ്ഥിരതയില്ലാത്ത ആളുകളുമായിട്ട് കരാർ ഏർപ്പെട്ടാൽ ആ കരാർ എന്താണ്? അബ്സല്യൂട്ട്ലി വോയിഡ്. നമ്മൾ നേരത്തെ മൈനറുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും എന്ത് തന്നെയാണ്, ഈ കേസിലും എന്ത് തന്നെയാണ്? കരാർ എന്തായി മാറും, അല്ലെങ്കിൽ അഗ്രിമെന്റ് എന്തായി മാറും? വോയിഡ് ആയി മാറും. An agreement between the persons of unsound mind is absolutely void. എന്താണ്? Absolutely void ആണ്. കരാർ void ആണ് എന്നുള്ളതാണ് പറയുന്നത്. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളുമായിട്ട് കരാർ ഏർപ്പെട്ടാൽ ആ കരാർ അബ്സല്യൂട്ട്ലി വോയിഡ് ആണ്. കരാർ ഉടൻ തന്നെ ക്യാൻസൽ ചെയ്യപ്പെടും എന്നുള്ളത് ഓർത്തു വെക്കുക. രണ്ടാമത്തെ, സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? സൗണ്ട് മൈൻഡഡ് പേഴ്സൺ. സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ഈസ് കാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാവും. മെന്റലി കാപ്പബിൾ ആയ ആളാണെങ്കിൽ, മാനസികമായ സ്ഥിരതയുള്ള കഴിവുള്ള ആളാണെങ്കിൽ അയാൾക്ക് എന്തിനുള്ള കഴിവുണ്ടായിരിക്കും? കാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കാര്യത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, capable of understanding. A sound minded person must have the capacity of understanding. ഒരു കാര്യത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവ് സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഫോമിംഗ് എ റാഷണൽ ജഡ്ജ്മെന്റ്. യുക്തിക്കനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനുഷ്യന് യുക്തിപരമായിട്ടുള്ള അയാളുടെ ചിന്തകൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ അയാൾക്ക് സാധിക്കും. ഓക്കെ, റാഷണൽ ജഡ്ജ്മെന്റ് എടുക്കുവാൻ അയാൾക്ക് സാധിക്കും. ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഇൻട്രസ്റ്റ്. അയാളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അയാൾക്ക് യുക്തിപരമായിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാവും. ഏത് വ്യക്തിയാണെങ്കിൽ? സൗണ്ട് മൈൻഡഡ് ആണെങ്കിൽ. അയാൾക്ക് മാനസികമായ നില കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണെങ്കിൽ, മെന്റൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകും. ആ മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് റാഷണൽ ജഡ്ജ്മെന്റ്, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും അയാൾക്കുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, സൗണ്ട് മൈൻഡഡ്, അതായത് മൈൻഡിന്, ബുദ്ധിക്ക്
മനസ്സിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഈ രണ്ട് കഴിവുകളും ഉണ്ടായിരിക്കും. പിന്നെ a person make a contract b is in sound mind. ഒരാൾ കോൺട്രാക്ട് ഉണ്ടാക്കേണ്ടത് സൗണ്ട് മൈൻഡ് ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ സൗണ്ട് മൈൻഡോട് കൂടിയായിരിക്കണം. മാനസികമായ പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ മാനസികമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളായിരിക്കണം, അല്ലെങ്കിൽ അയാൾ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കരാറ് ഉണ്ടാക്കുവാൻ പാടുള്ളൂ. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായി കരാർ ഏർപ്പെട്ടാൽ ആ കരാർ എന്തായി മാറും, ക്യാൻസൽ ആയി പോകും എന്നുള്ളത് മനസ്സിലാക്കി. അതോടെ പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 12 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പാരഗ്രാഫ് 2 ആണ്. പിന്നെ പറയുന്നത് ടൈപ്സ് ഓഫ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ദെയർ കോൺട്രാക്ട്. അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള പേഴ്സൺസും അതുപോലെ തന്നെ അവരുടെ കോൺട്രാക്റ്റുകളെ കുറിച്ചാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇഡിയറ്റ്. അല്ലേ, നമ്മളിവിടെ നേരത്തെ ചില ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഇഡിയറ്റ്. ഓക്കെ, ഇഡിയറ്റ് മന്ദബുദ്ധിയാണ് അല്ലേ, മന്ദബുദ്ധി എന്നൊക്കെ പറയും. നമ്മൾ തീരെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ. മെന്റൽ പവേഴ്സ് ആർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ദോസ് പേഴ്സൺ ഹാവിംഗ് ദ മെന്റൽ എബിലിറ്റി ആർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ഒരാളുടെ മെന്റൽ ബുദ്ധിശക്തി പൂർണ്ണമായിട്ട് നശിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണെന്ത്, ഇഡിയറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സണിൽ എക്സാമ്പിൾ ആണ് ഒന്ന് ഇഡിയറ്റ്. അയാൾക്ക് എന്താണ്, അയാൾക്ക് തീരെ ബുദ്ധി ഉണ്ടോ, തീരെ ബുദ്ധി ഇല്ല. നമ്മൾ മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കൂലേ, ബുദ്ധി തീരെ ഇല്ലാത്ത ആളുകൾ, അവരെ വിളിക്കുന്ന പേരാണ് ഇഡിയറ്റ്. ഒരു ഇഡിയറ്റുമായി കരാർ ഏർപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും, ശരിയാവോ, കരാർ ശരിയാവോ? ഇഡിയറ്റുമായി കരാർ ഏർപ്പെട്ടാൽ കാരണം ബുദ്ധി ഉണ്ടാവും, അയാളുടെ മെന്റൽ പവേഴ്സ് ഒക്കെ എന്താണ്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഡിയറ്റുമായി കരാർ ഏർപ്പെട്ടാൽ, ഇഡിയറ്റ് ആയിട്ടുള്ള വ്യക്തി പൂർണ്ണമായിട്ടും ബുദ്ധിശേഷി ഇല്ലാത്ത, ബുദ്ധി ഇല്ലാത്ത ഒരാളുമായി കരാർ ഏർപ്പെട്ടാൽ കരാർ എന്തായിരിക്കും, അബ്സല്യൂട്ട്ലി വോയിഡ്, സംശയമൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ഇഡിയറ്റ്. സെക്കൻഡ് വൺ ലുനാറ്റിക് ആണ്, ലുനാറ്റിക്. ഓക്കെ, ലുനാറ്റിക്. ഓക്കെ, ശ്രദ്ധിക്കുക, ലുനാറ്റിക് ആരാണ്, സഫർ സീരിയസ് മെന്റൽ ഡിസോർഡർ ഡ്യൂ ടു സം മെന്റൽ ഷോക്ക്, ഹൈ ട്രാജിക് ഇവന്റ്. ഓക്കെ, അതാണ് പറഞ്ഞത്, സഫർ സീരിയസ് മെന്റൽ ഡിസോർഡർ, വളരെ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ഉണ്ട്. ഡ്യൂ ടു, അത് എന്ത് കാരണം കൊണ്ടാണ് വന്നിട്ടുള്ളത്, സം മെന്റൽ ഷോക്ക്, അല്ലെങ്കിൽ മെന്റൽ ഷോക്കിലൂടെ, അല്ലെങ്കിൽ ഹൈ ട്രാജിക് ഇവന്റ്. ഓക്കെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനത്തിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാർ ഡ്രൈവറാണ്, നമ്മൾ നമ്മളെ ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാണ്, വാഹനത്തിൽ യാത്ര ചെയ്യാൻ വിചാരിക്കുക. പെട്ടെന്ന് നമ്മുടെ വാഹനം, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ വാഹനം മറ്റൊരു വ്യക്തിയെ, റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ ഇടിക്കുകയും അയാൾക്ക് സാരമായ പരിക്ക് പറ്റുകയും അയാൾ മരണപ്പെടുകയും ചെയ്യാമെന്ന് വിചാരിക്കുക. ആ വാഹനം ഓടിച്ച് ആൾക്ക് എന്ത് ചെയ്യുന്നു, ആ സമയത്ത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്ന ഒരു മെന്റൽ ഷോക്ക് ഉണ്ടാവും. ഓക്കെ, ഒരു അപകടം സംഭവിച്ചു, അപകടം മൂലം. ഓക്കെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ചില മനസ്സിനെ വിഷമിപ്പിക്കുന്ന, മനസ്സിനെ പെട്ടെന്ന് തളർത്തുന്നതായ എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഡിപ്രഷനിലേക്ക് പോവാം. അല്ലെ, നമുക്ക് പറയാമല്ലോ, ഇപ്പോഴത്തൊരു സിനിമ മനുഷ്യർക്ക് അറിയാം, ഡിപ്രഷനിലേക്ക് പോയിട്ടാണ്. അതുപോലെ മനസ്സിനെ തളർത്തുന്നതായ എന്തെങ്കിലും മെന്റൽ ഷോക്ക് കൊണ്ടോ, അല്ലെങ്കിൽ ഹൈ ട്രാജിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്, വാഹന അപകടമോ, എന്തെങ്കിലും അപകടത്തിൽ നമുക്ക് നമ്മുടെ മകനെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മകളെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ വാഹനം കുടിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക, ഇത് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെറിഡിറ്ററി ചില ആൾക്കാർക്ക് വരുന്ന പോലെ ഒരു മെന്റൽ ഷോക്ക് ഉണ്ടായിക്കൊണ്ട് എന്ത് ചെയ്യുക, ചില ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഒരു ഇതിലേക്ക് മാറുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ് ലുനാറ്റിക് എന്നറിയപ്പെടുന്നത്. ടെമ്പററി ആയിട്ടാണ്, അതായത് ഇത് പറയുന്നത് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇയാളുടെ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു മെന്റൽ ഷോക്ക് കൊണ്ടോ, മെന്റൽ ഹൈ ട്രാജിക് ഇവന്റ് കൊണ്ടോ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇയാളുടെ നഷ്ടപ്പെടുന്നത്. ഇയാൾക്ക് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, ചില സമയത്ത് ഇയാൾ നോർമൽ ആയിരിക്കും, ചില സമയത്ത് ഇയാൾ ചെയ്യും, ചില സമയത്ത് നോർമലും, ചില സമയത്ത് ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഭ്രാന്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, മാഡ്നസിലേക്ക് എന്ത് ചെയ്യാൻ മാറുകയും ചെയ്യും. അല്ലേ, രണ്ട് എക്സാമ്പിൾ പറഞ്ഞാൽ, സിനിമയുടെ രണ്ട് എക്സാമ്പിളാണ്. ഒന്ന് കണ്ണാടി എന്ന് പറയുന്ന സിനിമ, അതാണ് എൻ്റെ ഓർമ്മ. കലാമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അയാൾക്ക് വർഷത്തിൽ 6 മാസം ഭ്രാന്തും 6 മാസമായിട്ട് നല്ല മനുഷ്യനും.
ഓക്കെ, മനസ്സിലായില്ല? 6 മാസം ഭ്രാന്തും 6 മാസം എന്ത് ചെയ്യുക, അയാൾക്ക് നല്ല മനുഷ്യനായിരിക്കും, സാധാ ജോലിക്കൊക്കെ പോകും. പക്ഷേ അടുത്ത 6 മാസം അയാൾ എന്ത് ചെയ്യണം, ചങ്ങലയിൽ കെട്ടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ആയി പറയാം. ലുനാറ്റിക് അല്ലേ, ടെമ്പററി ആണ്. ഓക്കെ, ടെമ്പററി അയാൾക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ഒരു പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ നല്ലത് വരാം, നല്ല രീതിയിലായിരിക്കും ഇത്. അതുപോലെ തന്നെ കങ്കാരു എന്ന് പറയുന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ചെയ്ത കഥാപാത്രമാണ്. അതും ഇങ്ങനെ തന്നെയാണ്. കുറച്ച് കാലം നല്ല ഇതിലായിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യാനും ഭ്രാന്തനായി. ഓക്കെ, അതുപോലെയുള്ള കേസുകൾ വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലുനാറ്റിക് ആയ വ്യക്തിയുമായി അഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ അത് പലപ്പോഴും വോയിഡ് ആയിട്ടാണ് മാറുന്നത്. ഇനി കേസിന് പോയാലും കോടതിയിൽ പോയാലും എന്ത് ചെയ്യാം, അയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ ഒഴിഞ്ഞു മാറുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡ്രങ്കാർഡ് ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ഡ്രങ്കാർഡ് എന്ന മദ്യപിക്കുന്നതാണ്. ഇൻടോക്സിക്കേറ്റഡ് എന്തെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മൂന്നാമത്തെ പേഴ്സൺ ആണ്, അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആണ് ഡ്രങ്കാർഡ് ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ഓക്കെ, മദ്യപിക്കുന്ന ആള്, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾ, ടെമ്പററി ആയിട്ട് ഉള്ളതാണ്. ഓക്കെ, മദ്യപിച്ചൊരു വ്യക്തി അല്ലേ, മദ്യപിക്കുന്ന ഒരാൾ, മദ്യപാനി, അയാൾ മദ്യം കഴിച്ച് ആ സമയത്ത് മാത്രമേ അയാൾക്ക് എന്തുള്ളൂ, അയാളുടെ എന്ത് വരുന്നുള്ളൂ, അയാളുടെ മെന്റൽ ഡിസബിലിറ്റി ഉണ്ടാവുന്നുള്ളൂ അല്ലെ, മാനസികമായിട്ട് അയാൾക്ക് ഡിസബിലിറ്റി, ഇൻകപ്പാസിറ്റി ഉണ്ടാവുന്നുള്ളൂ. ആ മദ്യപാനം കഴിഞ്ഞാൽ കുടിച്ചതായ മദ്യത്തിന്റെ വീര്യമെല്ലാം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയാൾ എന്തായി, അയാളുടെ നോർമൽ ആയിട്ടുള്ള മെമ്മറി ലെവലിലേക്ക് അയാൾ വരും. സ്വാഭാവികമാണല്ലോ അല്ലേ. മദ്യപിച്ചൊരു വ്യക്തി പല രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടും, പല കാര്യങ്ങളും വിളിച്ചു പറയും. പക്ഷെ അതൊന്നും അയാൾക്ക് ചിലപ്പോൾ ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം മദ്യമാണ് അവിടെ സംസാരിക്കുന്നത്, മദ്യമാണ് അവിടെ ഇടപെടുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, മദ്യപാനിയായ വ്യക്തിയെ മദ്യം കഴിച്ച് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മദ്യത്തിന്റെ കെട്ടിറങ്ങുക പറയും അല്ലേ. അത് കഴിഞ്ഞാൽ അയാൾ നോർമൽ പേഴ്സൺ ആയി. ഓക്കെ, അപ്പൊ ഡ്രങ്കാർഡ് ആയിരിക്കുന്ന സമയത്ത് അയാൾ മെന്റലി ഇൻകാപ്പബിൾ ആണ്. ഓക്കെ, മദ്യപാനിയായ വ്യക്തിയാണെങ്കിൽ അയാൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സമയത്ത് അയാൾ എന്താണ്, ഇൻകാപ്പബിൾ ആണ്. പക്ഷെ മദ്യത്തിന്റെ കെട്ടിറങ്ങി കഴിഞ്ഞാൽ, മദ്യപാനത്തിന്റെ അത് കഴിഞ്ഞാൽ അയാൾ എന്താണ്, സ്റ്റിൽ എ നോർമൽ പേഴ്സൺ. എന്തായാലും മാറും, നോർമൽ പേഴ്സൺ ആയിട്ട് മാറും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരികൾ അല്ലേ, ലഹരികൾ ഉപയോഗിക്കും, മയക്കുമരുന്നുകളോ അല്ലെ, സ്റ്റാമ്പ് എന്നൊക്കെ പോലെ ഇൻഡസ്ട്രി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ആ സമയത്ത് വേറെ രീതിയിലായിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കഴിയുന്ന ആൾക്കാർക്ക് അതിന്റെ വീര്യം കഴിയുമ്പോഴത്തേക്കും അയാൾ വീണ്ടും എന്തായി, നോർമൽ ലെവലിലേക്ക് വരും. അപ്പൊ ഇവിടെ പറഞ്ഞതാണ് ടെമ്പററി ഇൻകപ്പാസിറ്റി ആണ്, ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു അയോഗ്യത, ഇൻകപ്പാസിറ്റി, കഴിവില്ലായ്മയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അയാൾ ഇൻകാപ്പബിൾ ആയിരിക്കുന്ന സമയത്ത് കരാർ ഏർപ്പെട്ടാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ അയാൾ കാപ്പബിൾ ആയിരിക്കുമ്പോൾ, അതായത് യാതൊരു ലഹരി ഉപയോഗിക്കുന്ന സമയത്താണ് കരാർ ഏർപ്പെട്ടത് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കരാറുമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രങ്കാർഡ് ഓർ ഇൻടോക്സിക്കേറ്റഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമ തന്നെയാണ്, പാവാട എന്ന് പറയുന്ന സിനിമ, പൃഥ്വിരാജ് അഭിനയിച്ചു. അതിൽ അനുപേനം ചെയ്തൊരു കഥാപാത്രമുണ്ട്, സംവിധായകന്. അയാളിൽ നിന്നും വില്ലനായിട്ടുള്ള വ്യക്തി ഒപ്പ് വാങ്ങുന്ന ഒരു സീനുണ്ട്, കണ്ടിട്ടുണ്ടാവും. ബാറിൽ നിന്നും എന്ത് ചെയ്യുന്നു, എല്ലാവരും ബില്ല് ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെന്റ് പേപ്പർ ഒപ്പിടിച്ച് വാങ്ങുകയാണ് ചെയ്യും. അപ്പോൾ കോടതിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, പൃഥ്വിരാജ് കഥാപാത്രം പറയണം, വെളിവില്ലാത്ത സമയത്ത് ഏർപ്പെട്ട ഉടമ്പടിക്ക് എന്താണ് വില എന്നുള്ളത്. അപ്പൊ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏർപ്പെട്ടതായ ഒരു കരാറൊന്നുമില്ല, അല്ലെങ്കിൽ മാനസികമായി അയാൾക്ക് ബുദ്ധി എന്ത് ചെയ്യുന്നു, ആ സമയത്ത് താൽക്കാലികമായിട്ടില്ല, മെന്റൽ സ്റ്റേബിൾ അല്ലാത്ത ആ സമയത്താണ്, മദ്യപിക്കുന്ന സമയത്താണ്, അതിന് വിലയില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, ഡ്രങ്കാർഡ്, ഇൻടോക്സിക്കേറ്റഡ് പേഴ്സന്റെ കേസ്. പിന്നെ പറയുന്ന അതർ പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോ, മറ്റേതെങ്കിലും നിയമപ്രകാരം അയോഗ്യരാക്കപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് ഏലിയൻ എനിമി. ഏലിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്യഗ്രഹ ജീവികൾ അല്ലേ, പറക്കുതളികയിലൊക്കെ ആൾക്കാർ വന്നിട്ട് അന്യഗ്രഹ ജീവികളൊന്നും കാണേണ്ടതില്ല, മറ്റൊരു ലോകത്തു നിന്ന് മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്നതല്ല, നമ്മുടെ അവിടെയുള്ള ആൾക്കാരല്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഏലിയൻ എനിമി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഏലിയൻ. ഇന്ത്യൻ പൗരനല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം, ഏലിയൻ എന്ന് വിളിക്കാം. ഇനി ഈ ഏലിയനെ തന്നെ നമ്മൾ രണ്ടാക്കി തരംതിരിച്ചു, ഒന്ന് ഏലിയൻ എനിമി എന്നും ഒന്ന് ഏലിയൻ ഫ്രണ്ട് എന്നും. അപ്പൊ നമുക്ക് ഏലിയൻ ഫ്രണ്ട് ആരാണ്, ഏലിയൻ ഫ്രണ്ട് പറഞ്ഞാൽ അല്ലേ, ഹൂസ്
country is at peace with India. ഇന്ത്യയുമായി സമാധാനം പുലർത്തുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ അവയൊക്കെയാണ് ഏലിയൻ ഫ്രണ്ട് എന്നറിയപ്പെടുന്നത്. ചൈന ഏലിയൻ ഫ്രണ്ട് ആണോ? ചൈന അല്ലല്ലോ. ഇപ്പൊ അറിയാലോ, അതിർത്തി യുദ്ധം നടന്നുകൊണ്ടിരിക്കല്ലേ. പാകിസ്ഥാൻ ഏലിയൻ ഫ്രണ്ട് ആണോ? അല്ല. ഓക്കെ, ഏലിയൻ ഫ്രണ്ട് മ്യാൻമാർ, മാലി, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. USA ഒന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത സമാധാനത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് അല്ലേ. ഏലിയൻ എനിമി എന്ന് പറയുമ്പോഴോ whose country is at war with India, ഇന്ത്യയുമായി വാറുള്ളത് നമ്മുടെ തൊട്ടടുത്ത രാജ്യം പാകിസ്ഥാൻ അല്ലേ, അല്ലെ ചൈന. ഓക്കെ, എക്സാമ്പിൾ പറയാം. അതാണ് ഏലിയൻ എനിമി. ഓക്കെ, ഏലിയൻ എനിമി. ഏലിയൻ എനിമിയുമായി കരാർ ഏർപ്പെടാൻ പറ്റും? പല സമയങ്ങളിലും പറ്റില്ല. ഓക്കെ, അത് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഏലിയൻ എനിമിയുമായി കരാർ ഏർപ്പെടുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? പല സമയങ്ങളും വിലക്കിയിട്ടുണ്ട്. പിന്നെ ഫോറിൻ സോവറൈൻസ് ആൻഡ് അംബാസഡേഴ്സ്, ഇന്ത്യയിൽ നിന്നും ഒരുപാട് ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോയി ജോലി എടുക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിനിധികളായിട്ട്. അംബാസഡേഴ്സും സോവറൈൻസും ഒക്കെ ആയിട്ട് അല്ലേ ആൾക്കാരവിടെ ജോലി എടുക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കോമ്പീറ്റന്റ് ആണ്. അംബാസഡേഴ്സ്, സോവറൈൻസ്, ഫോറിൻ സോവറൈൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ കോമ്പീറ്റന്റ് ആണ്, കരാറിൽ ഏർപ്പെടാൻ അവർക്ക് പറ്റില്ല. അതുപോലെ കോൺവിക്ട്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോ ആയ ഒരു വ്യക്തി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല? കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. ഈസ് ഇൻകോമ്പീറ്റന്റ്. പിന്നെ പ്രൊഫഷണൽ പേഴ്സൺസ്, ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റേഴ്സ് ആരാ? വക്കീലന്മാരെന്ന് പറഞ്ഞാൽ ബാരിസ്റ്റേഴ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് അവരുടെ ക്ലയന്റിന് ഇല്ലേ, വക്കീലന്മാർക്ക് അവരുടെ ക്ലയന്റിന് ഫീസ് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ ആ പ്രശ്നമില്ല. പ്രൊഫഷണൽ പേഴ്സൺസിന് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. ഡോക്ടർക്കോ അതുപോലെ വക്കീലന്മാർക്കൊക്കെ എന്ത് ചെയ്യാം? അവരുടെ ക്ലയന്റിൽ നിന്നും ഫീസ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കേസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസോൾവെന്റ്, പാപ്പരായ വ്യക്തിയെ കോടതി പാപ്പരായി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇൻസോൾവെന്റ്. അല്ലെങ്കിൽ ഈ ഇൻസോൾവെന്റ് ആയ വ്യക്തിയുടെ സ്വത്തുക്കളിന്മേൽ റിസീവറെയോ ഒക്കെ നിയമിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾ ഇവർക്ക് കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഓർ കമ്പനീസ്, കോർപ്പറേഷനുകളോ അല്ലെങ്കിൽ കമ്പനികളോ, കമ്പനീസ് ആക്ട് 2013 പ്രകാരം അല്ലെ, അല്ലെങ്കിൽ അതിന് മുമ്പ് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. ഈ കമ്പനികളെ നിയന്ത്രിക്കുന്ന രണ്ട് ഡോക്യുമെന്റുകളാണ്. ഒന്ന് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഒന്ന് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൽ തന്നെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? കമ്പനിയും പുറത്തുള്ള ആൾക്കാരും തമ്മിലുള്ള ഇടപാടുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനി കരാർ ഏർപ്പെടുന്നത് നമ്മൾ പറഞ്ഞു, കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ബൈ ലോ അല്ലേ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പക്ഷേ കമ്പനികൾക്ക് കരാർ ഏർപ്പെടുന്നത് ആര് മുഖേനയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജേഴ്സ് ഒക്കെ മുഖേനയാണ് ആരിടപെടേണ്ടത്? കമ്പനി കരാറിൽ ഏർപ്പെടേണ്ടത്. മാത്രമല്ല മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് കരാറിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബിയോണ്ട് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷന്റെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മുകളിൽ അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താ? അൾട്രാ വയേഴ്സ് എന്നാണ്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കരാർ എന്താണ്? വോയിഡ് ആണ്. ലാസ്റ്റ് വൺ വുമൺ. ഓക്കെ, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിനെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ വുമണ് പ്രത്യേകിച്ച് പരിഗണന അല്ലെങ്കിൽ വുമണ് പ്രത്യേകിച്ച് മാറ്റി നിർത്തപ്പെട്ടിട്ടൊന്നുമില്ല. ആണിനും പെണ്ണിനും ഒരുപോലെ തന്നെയാണ് കപ്പാസിറ്റി ഉള്ളത്. അതായത് ആണിനും പെണ്ണിനും എന്ത് ചെയ്യാം? ഒരേപോലെ എന്ത് ചെയ്യാം? കരാറിൽ ഏർപ്പെടുവാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യാം? കരാറിൽ ഏർപ്പെടുവാൻ സാധിക്കും. പക്ഷേ ഭർത്താവിന്റെ കടത്തിന്മേൽ ഭാര്യക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കരാറിൽ ഏർപ്പെടുവാൻ സാധിക്കുകയില്ല. ചില സാഹചര്യങ്ങളിൽ മാത്രം. അതാ പറയുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും വുമണ് എന്തില്ല എന്ന് മാത്രമേ ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് പറയുന്നു. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും എന്ത് ചെയ്യാൻ സാധിക്കും? കരാറിൽ ഏർപ്പെടുവാൻ സാധിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? വുമണിനെ ആ പറയുന്ന ഇതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇത്രയുമാണ്. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ടൈപ്സ് ഓഫ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അതുപോലെ തന്നെ
പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.